തൃശൂർ ചാവക്കാട് പോക്സോ കേസിൽ അധ്യാപകൻ അറസ്റ്റിലായത് പണിക്ക വീട്ടിൽ മുഹസിൻ. ലൈംഗിക അതിക്രമത്തിനിരയാക്കിയത് പ്രതി അധ്യാപകനായ സ്കൂളിലെ വിദ്യാർത്ഥിയെ. കുടിവെള്ള വിതരണവുമായി ആലപ്പുഴ എടത്വ ടൗൺ ലയൺസ് ക്ലബ്. കുടിവെള്ള വിതരണം നടത്തിയത് വിവിധ സന്നദ്ധ സംഘടനകളുടെ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും. എടത്വ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള വിതരണം ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി. പത്തനംതിട്ട അടൂർ മൂന്നാളം ഗവൺമെന്റ് LP സ്കൂളിനെ ഫോക്കസ് സ്കൂളായി തെരഞ്ഞെടുത്തു. അടിസ്ഥാന വികസനം സാധ്യമാക്കി മാതൃകാ സ്കൂളാക്കി മാറ്റുമെന്ന് ഫോക്കസ് സ്കൂൾ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാർ. കുട്ടികൾക്കുള്ള പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ. നാട്ടിൻപുറങ്ങളിലെ യാത്രാ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പ്രഖ്യാപനം മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജനകീയ സദസ്സിൽ. തിരുവനന്തപുരം വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചത് കേരള ഹൈക്കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ. എല്ലാ ജില്ലകളിലും പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്ന അദാലത്തിന് നെയ്യാറ്റിൻകര MACT ജില്ലാ ജഡ്ജി കവിത ഗംഗാധരൻ നേതൃത്വം നൽകി. തൃശൂർ ആൽത്തറ മുല്ലപ്പള്ളിക്കുന്നിൽ നാഷണൽ ഹൈവേയുടെ പേരിൽ മണ്ണെടുക്കാനെത്തിയ സ്വകാര്യ വാഹനം സമരസമിതി തടഞ്ഞു. 35 ടൺ ലോഡെടുക്കാവുന്ന വലിയ വാഹനമാണ് തടഞ്ഞത്. വാഹന ഉടമയ്ക്കെതിരെ കേസെടുക്കണമെന്ന് സമരസമിതി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ആലപ്പുഴ നെടുമുടി ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. തുടർന്ന് പഞ്ചായത്ത് ജംഗ്ഷൻ മുതൽ പഞ്ചായത്ത് ഓഫീസ് വരെയുള്ള റോഡിന്റെ ഇരുവശവും പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കുന്നത്തൂർ താലൂക്കിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. KMYF സംസ്ഥാന പ്രസിഡന്റ് ഷംസുദ്ദീൻ മാന്നാനി നേതൃത്വം നൽകി. KSSFPA തൃത്താല നിയോജക മണ്ഡലം കുടുംബ സംഗമം നടന്നു. മുൻ MP C ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും. മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയിൽ എടപ്പാളിലും വട്ടംകുളത്തും മുസ്ലിം ലീഗ് പ്രതിഷേധം. മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മൂദൂർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കുട്ടനാട് ആനപ്രമ്പാൽ ജലോത്സവത്തിൽ വെപ്പെ ഗ്രേഡ് വിഭാഗത്തിൽ നിരണം ബോട്ട് ക്ലബ് തുഴഞ്ഞ മണലി ജേതാവ്. ഷോട്ട് പുളിക്കത്തറ 2ാം സ്ഥാനവും അമ്പലക്കടവൻ 3ാം സ്ഥാനവും നേടി. ജലോത്സവം സംഘടിപ്പിച്ചത് കുട്ടനാട് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ. മലപ്പുറം വട്ടക്കുളം ഗ്രാമപഞ്ചായത്തിൽ മാതൃകയായി വാർഡ് മെമ്പർ. കാടുപിടിച്ച വഴികൾ വെട്ടിത്തെളിച്ച് വ്യത്യസ്തനാകുന്നത് 14ാം വാർഡ് മെമ്പർ ES സുകുമാരൻ. ശുചീകരണ പ്രവൃത്തി നടക്കുന്നത് ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ തുടർച്ചയായി.